friends, welcome to my new video. This is Sarita from Sarita's vlog. സ്ട്രക്ചറൽ ഐസോമർസത്തിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് പഠിക്കാനുള്ളത് സ്റ്റീരിയോ ഐസോമർസത്തിനെ കുറിച്ചാണ്. സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുമ്പോൾ അവിടെ ലിഗാൻഡുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഒരു ഐസോമറിസാണ്. സ്റ്റീരിയോ ഐസോമറിസം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ജോമെട്രിക്കൽ ഐസോമറിസം എന്നും ഓപ്റ്റിക്കൽ ഐസോമറിസം എന്നും പറയും. ജോമെട്രിക്കൽ ഐസോമറിസത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. ജോമെട്രിക്കൽ ഐസോമറിസം ഞാൻ GI എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഷോർട്ടായിട്ട് ജോമെട്രിക്കൽ ഐസോമറിസം is usually observed in heteroleptic complexes. And also, this isomerism is due to the different spatial arrangement of ligands. അതായത് ലിഗാൻഡുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലുള്ള വ്യത്യസ്തത കൊണ്ടുണ്ടാകുന്ന ഒരു ഐസോമറിസം ആണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം സാധാരണയായിട്ട് കാണപ്പെടുന്നത് കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോംപ്ലക്സുകളിലും കോർഡിനേഷൻ നമ്പർ 6 ഉള്ള കോംപ്ലക്സുകളിലുമാണ്. കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോംപ്ലക്സുകൾ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന്, ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകൾ ഉണ്ടാവാം, അതായത് ടെട്രാഹീഡ്രൽ ജോമെട്രി കാണിക്കുന്ന കോംപ്ലക്സുകൾ ഉണ്ടാവാം. മറ്റൊന്ന്, സ്ക്വയർ പ്ലാനാർ ജോമെട്രി കാണിക്കുന്ന കോംപ്ലക്സുകൾ ഉണ്ടാവാം, അതായത് അവരെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ എന്ന് നമ്മൾ പറയും. ഇനി ഇവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകള് ഒരിക്കലും ഒരു ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് നോട്ട് ഷോൺ ബൈ ടെട്രാഹീഡ്രൽ കോംപ്ലക്സസ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തുകൊണ്ടാണ് ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാത്തത്? ഞാനിവിടെ ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് വരച്ചിട്ടുണ്ട്. സെൻട്രൽ ആറ്റം നടുവിലുണ്ട്. ബാക്കി ഉള്ള ഈ ABCD എന്ന് പറയുന്നത് 4 ലിഗാൻഡുകളാണ്. ലിഗാൻഡുകൾ എന്ന് പറയുന്നത് സിമിലർ ലിഗാൻഡ്സ് ആവാം, ഡിഫറന്റ് ലിഗാൻഡ്സ് ആവാം, എന്തായിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ Aയും Bയും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. കാരണം ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രി ഉള്ള ഏതൊരു കോംപ്ലക്സിന്റെയും ബോണ്ട് ആംഗിളുകൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കും. അതുപോലെ ഇവര് തമ്മിലുള്ള ബോണ്ട് ആംഗിളും 109 ഡിഗ്രി 28 മിനിറ്റ് തന്നെയാണ് അല്ലെ? ഇനി ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ എയുടെയും ബിയുടെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. എയും ബിയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ എ ആണുള്ളത്, ഇവിടെ ബി ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ബി എന്ന് എഴുതി, ഇവിടെ എ എന്ന് എഴുതി. ഏതെങ്കിലും രീതിയിൽ ഇവിടെ ജോമെട്രിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ബോണ്ട് ആംഗിളിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഉണ്ടോ? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴും തുല്യം തന്നെയാണ്. ബോണ്ട് ആംഗിൾ തുല്യമാവുന്നതോടുകൂടി അവിടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിന് ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോ സ്വാഭാവികമായിട്ടും ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകൾ എന്ത് കാണിക്കുന്നില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇതാണ് ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ സിമിലർ ആയിട്ടുള്ള ലിഗാൻഡുകളാണ് അല്ലെ? ഞാൻ ഈ 2 ലിഗാൻഡുകളെയും പരസ്പരം അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇതിന് മാറ്റം വരുമോ? ഉണ്ടോ? ഇതും ഞാൻ പരസ്പരം അങ്ങോട്ട് മാറ്റിയെന്ന് കരുതൂ. ഞാൻ ഇതിനെ മാറ്റി. ഇതിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. ഇത് എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും ഇതെല്ലാം 109 ഡിഗ്രി 28 മിനിറ്റിൽ തന്നെ നിൽക്കും. ഇത് ഒരുപോലെയുള്ള ലിഗാൻഡുകൾ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ? അപ്പൊ ഡിഫറന്റ് ലിഗാൻഡുകൾ വന്നാൽ എങ്ങനെയായിരിക്കും? ഇത് ഡിഫറന്റ് ആയിട്ടുള്ള ലിഗാൻഡുകളാണ്. നടുവിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. ഇവിടെ ആയിരുന്നാലും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആംഗിളിൽ വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലും വ്യത്യസ്തത ഉണ്ടാകില്ല. സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടായി എന്ന് നമ്മൾ പറയുള്ളൂ.
അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ ഉറപ്പിച്ചു പറയാം എന്ത്, ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകള് ഒരു കാരണവശാലും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. Because the relative positions of the monodendrite ligands attached to the central metal atom are same with respect to each other. എന്ന് വെച്ചാൽ ഈ മെറ്റലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിഗാൻഡുകള് എന്ന് പറയുന്നതിന്റെ സ്ഥാനം പരസ്പരം തുല്യമാണെന്നാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോഴും തുല്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. മുൻപ് എന്താണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഈ ഒരു സെന്റൻസ് പഠിച്ചു വെക്കുക. ഇതിന്റെ ആൻസർ ആണത് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോ നമ്മളിവിടെ എഴുതേണ്ടുന്ന ഉത്തരാണിത്. മോണോഡെൻഡ്രൈറ്റ് ലിഗാൻഡുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഞാനിവിടെ എ എന്നും ബി എന്നും സി എന്നും ഒക്കെ എഴുതിയിട്ടുള്ളത് എല്ലാതും മോണോഡെൻഡ്രൈറ്റ് ലിഗാൻഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോണർ ആറ്റം മാത്രമേ അതിനുള്ളൂ. അതാണ് ഇങ്ങോട്ട് എന്ത് കൊടുക്കുന്നത്, മെറ്റലിലേക്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നത്, ലോൺ പെയറിന് കൊടുക്കുന്നത്. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകൾ കാണിക്കുന്നില്ല എന്നൊരു കാര്യം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളെ കുറിച്ചും ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളെ കുറിച്ചുമാണ് അല്ലെ. 2 ടൈപ്പ് കോംപ്ലക്സുകളെ ഇനി പഠിക്കേണ്ടതുള്ളൂ. ഒരെണ്ണം ഒഴിവായി കിട്ടിയല്ലോ, അതായത് ടെട്രാഹീഡ്രൽ കോംപ്ലക്സ്. ഇനി ഈ 2 കോംപ്ലക്സുകളെ കുറിച്ച് നമുക്ക് പഠിക്കുന്നതിന് മുൻപായി ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ് ആ കാര്യം? ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയത്? സിസ് ഐസോമർ ആൻഡ് ട്രാൻസ് ഐസോമർ. പേര് ഓർക്കുക, സിസ് ഐസോമർ ആൻഡ് ട്രാൻസ് ഐസോമർ. ഇനി ഇവരെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? If similar ligands are adjacent to each other, then it will be a cis isomer. അതായത് ഒരു മെറ്റലിന്റെ ചുറ്റും അടുത്തടുത്തായിട്ട് 2 ഒരുപോലെയുള്ള ലിഗാൻഡുകൾ വരികയാണെങ്കിൽ അത് എന്തായിരുന്നാലും ഒരു സിസ് ഐസോമർ ആയിരിക്കും. ഇനി ഇഫ് ദ സിമിലർ ലിഗാൻഡ്സ് ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, ഒരുപോലെയുള്ള ലിഗാൻഡുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പാക്കിക്കോളൂ അതൊരു ട്രാൻസ് ഐസോമർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇഫ് സിമിലർ ലിഗാൻഡ്സ് ആർ പ്രസന്റ് അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ, അതായത് ഒരുപോലെയുള്ള ലിഗാൻഡുകള് 90 ഡിഗ്രി കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പാക്കിക്കോ അതൊരു സിസ് ഐസോമർ ആണ്. If the similar ligands are present at 180 degree, then it will be a trans isomer. ഒരു എക്സാമ്പിൾ നോക്കൂ കേട്ടോ. ഈ Ma2B2 എന്ന് എഴുതിയിട്ടുള്ളത് ഒരു കോംപ്ലക്സിന്റെ ടൈപ്പ് ആണ്. ആ ടൈപ്പ് ഓഫ് കോംപ്ലക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇത് ഒരു Ma4 എന്ന് പറയുമ്പോ അല്ലെങ്കിൽ Ma2B2 എന്ന് പറയുമ്പോ ഇതൊരു സ്ക്വയർ പ്ലാനാർ ജോമെട്രി ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് സിസും ട്രാൻസും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമ്മളിത് വിശദമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതാ നോക്കൂ, ഈ 2 ഒരുപോലെയുള്ള ലിഗാൻഡ് അടുത്തടുത്ത് വന്നില്ലേ? ഇവര് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഐസോമർ ആണെന്ന് പറയാം? സിസ് ഐസോമർ. ഇനി ഇത് ഒരുപോലെയുള്ള ലിഗാൻഡുകള് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ? അപ്പൊ ഇവര് തമ്മിലുള്ള ആംഗിൾ എത്രയാ വരിക മക്കളെ? ഇറ്റ് ഈസ് 180 ഡിഗ്രി അല്ലെ? അപ്പോ ഇതെന്തായിരിക്കും? ഇതൊരു ട്രാൻസ് ഐസോമർ ആയിരിക്കും. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നമ്മള് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ ആദ്യം വിശദമായിട്ട് പഠിക്കാം. അതിനുശേഷം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നോക്കാം. ഓക്കെ, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളുടെ കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് നമുക്ക് അറിയാലോ. ഈ ഒരു കോർഡിനേഷൻ നമ്പർ 4 ആയിട്ട് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. Ma4, Ma3b, Ma2b2, Ma2bc ആൻഡ് MABCD. ഓക്കെ, ഈ കോംപ്ലക്സുകളെല്ലാം തന്നെ അതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ് കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് ആയി. ഈ കോംപ്ലക്സുകളുടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഇനി ആദ്യത്തെ 2 എണ്ണത്തിനും ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക,
MA4 ടൈപ്പ് കോംപ്ലക്സുകളും MA3B ടൈപ്പ് കോംപ്ലക്സുകളും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. ഓക്കെ, അവർക്ക് 0 ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി MA2B2 എന്ന ഒരു കോംപ്ലക്സിന് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. MA2BC ടൈപ്പിന് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. MABCD എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടൈപ്പ് കോംപ്ലക്സിന് 3 ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഇവിടെ നമ്മൾ NCERT ടെക്സ്റ്റിൽ ഉള്ളത് MA2B2ന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പഠിക്കാം. ഇത് നിങ്ങൾ നല്ലപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് എന്തായിരുന്നാലും ഉപകാരപ്പെടും. ശരിക്കും ഈ ഒരു 3 ജോമെട്രിക്കൽ ഐസോമർ, 2 ജോമെട്രിക്കൽ ഐസോമർ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഞാൻ സമയമുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലല്ല, വേറെ ഒരു അവസരത്തിൽ ഞാനത് പറഞ്ഞു തരാം. അപ്പോ MA2B2 എന്ന ഒരു കോംപ്ലക്സിന്റെ 2 ഐസോമറുകളാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഒരു സിസ് ഐസോമറും ഒരു ട്രാൻസ് ഐസോമറും നമുക്ക് ഇവിടെ കിട്ടും. എങ്ങനെയാണ് സിസ് എന്നും ട്രാൻസ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നോക്കൂ, ഒരുപോലെയുള്ള 2 ലിഗാൻഡുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് സിസ് ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ അപ്പോഴും അത് സിസ് ആണ്. നോക്കൂ, ഇവർ രണ്ടുപേരും അഡ്ജസന്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതോപോലെ തന്നെ ഇവര് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സെയിം കേസ് ഇവിടെയുണ്ട്. B and B, they are on the same side, they are adjacent to each other and the angle between them is 90 degree. Okay. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഇവരെ തമ്മിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അതായത് ബിയിന് ഇങ്ങോട്ടും എയിന് ഇവിടേക്കും കൊണ്ടുവന്നു. അങ്ങനെ ആ പൊസിഷനുകള് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോ ഈ ബിയിനെ എയുടെ അടുത്തേക്കും ഈ എയിനെ ബിയുടെ അടുത്തേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ. നോക്കൂ, ഇപ്പോൾ similar ligands comes on the opposite side and also the angle between these two is 180 degree. കണ്ടോ, ആംഗിള് മാറി. ആംഗിള് മാറുമ്പോ അവിടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ജോമെട്രിക്കൽ ഐസോമർസും പോസിബിൾ ആണ്. അപ്പൊ സിസ് എന്നും ട്രാൻസ് എന്നും പറഞ്ഞ 2 ഡിഫറെന്റ് ഐസോമേഴ്സിനെ നമുക്ക് കിട്ടിയിരിക്കും. A and A, they are opposite to each other and the angle between them is also 180 degree. Okay, അപ്പോ ഇത് ട്രാൻസ് ഐസോമർ ആണ്. ഈ ഒരു MA2B2നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. PTNH3 2 Cl2. അപ്പൊ നമ്മളെടുത്ത് ചോദിക്കും ഇതിൽ എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നുള്ളത്, അതും എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയണം? 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആർ പോസിബിൾ. എങ്ങനെയാണ് 2 ഐസോമേഴ്സ് കിട്ടിയത്? ഈ രീതിയിലാണ്. അപ്പോ ഇത് ജനറൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഏത് വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, platinum, it is a central atom. NH3, the 2 NH3 ligands, they comes on the same side. The 2 Cl ligands also comes on the same side. അപ്പോ ഇതൊരു സിസ് ഐസോമർ ആണ്. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തപ്പോ കിട്ടിയതാണത്, അല്ലെ? NH3 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? 180 ഡിഗ്രി. അതുപോലെ തന്നെ ECLും തമ്മിൽ 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് ട്രാൻസ് ഐസോമർ ആണ്, അല്ലെ? ട്രാൻസ് ഐസോമർ ആണ്. ഇനി ഇതില് ഈ സിസ് ഐസോമറിനെ പറയുന്നതാണ് സിസ് പ്ലാറ്റിൻ. ഓക്കെ, PTNH3 2 Cl2 എന്ന് തന്നിട്ട് അതിലത്തെ സിസ് ഐസോമറിന് ഒരു പ്രത്യേകതയുണ്ട്. സിസ് ഐസോമറിനെ പറയുന്ന പേര് സിസ് പ്ലാറ്റിൻ എന്നാണ്. ഇതൊരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ആന്റി ക്യാൻസർ ഏജന്റ് ആണ്. അതായത് ട്യൂമറസ് ഗ്രോത്തിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് സിസ് പ്ലാറ്റിൻ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇത്, തെറ്റിക്കരുത് കേട്ടോ. ഇനി ഈ NH3 എന്ന് പറയുന്നത് ഇവിടെയും വരാട്ടോ മക്കളെ. NH3 എല്ലാം അടുത്തടുത്ത് വേണമെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ തന്നെ കൊടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് 90 ഡിഗ്രി ആയിരിക്കണം, അതുപോലെ തന്നെ അടുത്തടുത്തായിരിക്കണം. ഇത്ര ശ്രദ്ധിച്ചാ മതി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ, ആവശ്യം വരും. ഇനി നെക്സ്റ്റ് ജോമെട്രിക്കൽ ഐസോമറിസം ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളിൽ കാണിക്കുന്നതാണ് കേട്ടോ.
ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളില് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമർസത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കോംപ്ലക്സുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ നമുക്ക് അതിലാകെ 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ ഇവിടെ ഇതിന്റെ ഇപ്പുറത്ത് എഴുതിയിട്ടുള്ള ഈ നമ്പറുകൾ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. ഇപ്പോ MA4B2 എന്ന ഒരു കോംപ്ലക്സ് തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കാം അതിൽ എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റണം there are only 2 geometrical isomers. അതായത് ഈ കോംപ്ലക്സുകളിലെ എല്ലാ ലിഗാൻഡുകളും വ്യത്യസ്തമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഇതിൽ എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്? അപ്പൊ പറഞ്ഞോളൂ, there are 15. ഓക്കെ, ഇവിടെ പഠിക്കാനുള്ളത് MI4B2 ഉം MA3B3 എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് കോംപ്ലക്സുകളെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്കതൊന്ന് നോക്കാം. MA4B2 ടൈപ്പ് കോംപ്ലക്സിന് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. CONH3 4 times Cl2. അപ്പോ ഈ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളിലും സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ആർ പോസിബിൾ. അപ്പോ സിസും ട്രാൻസും ഐസോമേഴ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? സിമിലർ ലിഗാൻഡുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ സിസ് എന്നും, അതുപോലെ തന്നെ സിമിലർ ലിഗാൻഡുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ അത് ട്രാൻസ് എന്നും. അപ്പൊ ഞാൻ വരയ്ക്കാൻ പോവാണ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണെന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയല്ലേ വരയ്ക്കുക ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനെ? ദാ ഇവിടെ നമ്മളുടെ കൊബാൾട്ട് സെൻട്രൽ ആറ്റം ഉണ്ട്. Then ഇപ്പോ ഇതൊരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആയി. ഇനി 2 Cl അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് ഐസോമർ ആയിരിക്കും മക്കളെ? This will be a cis isomer. ഇനി ഇതിന്റെ ട്രാൻസ് ഐസോമർ എങ്ങനെയാ വരയ്ക്കുക? സിമിലർ ലിഗാൻഡുകള് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോ അത് ട്രാൻസ് എന്നും, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരു പ്ലസ് ചാർജ് കണ്ടില്ലേ, അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഇടണമെന്നില്ല. വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്ലസ് എന്ന് ഇട്ടാൽ മതി ഇതിന്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. FeNH3 twice Cn 4 times. ഞാൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ. Fe then NH3 ഒരുപോലെയുള്ള ലിഗാൻഡുകൾ അടുത്തടുത്ത് വന്നു. ഇത് മൈനസ് ആണ്. അപ്പോ ഇത് എന്താ ഐസോമർ എന്നാ പറയാ? സിസ് ഐസോമർ. ഓക്കെ, ഇനി വരയ്ക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ കാണിക്കുക. അപ്പൊ അത് ട്രാൻസ് എന്നുള്ള രീതിയിൽ വരും. ബാക്കിയൊക്കെ ഈ രീതിയിൽ എടുക്കും. ഓക്കെ, അപ്പോ നമ്മൾ ട്രാൻസ് ഐസോമറും എഴുതി കഴിഞ്ഞു, സിസ് ഐസോമറും എഴുതി കഴിഞ്ഞു. ഇഷ്ടായോ? എഴുതാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോ MA4B2 ഞാൻ 2 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വരച്ച് തന്നെ പഠിക്കുക. സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും തെറ്റാതെ എഴുതുക വരച്ചതിന് ശേഷം കേട്ടോ. ഓക്കെ, ഇതും മറക്കണ്ട, ഓർമ്മിച്ചോളൂ. ഇനി നെക്സ്റ്റ് MA3B3 ടൈപ്പ് ആണ് കേട്ടോ. MA3B3 ടൈപ്പ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ നമ്മൾ സിസ് എന്നും ട്രാൻസ് ഐസോമർ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ MA3B3 ടൈപ്പ് പറയുന്ന ഐസോമേഴ്സിന് നമ്മൾ സിസ് എന്നും ട്രാൻസ് എന്നും പറയില്ല. ഹിയർ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ആർ നോട്ട് ഡിഫൈൻഡ്. പകരം നമ്മൾ ഫേഷ്യൽ ഐസോമർ എന്നും മെറിഡിയണൽ ഐസോമർ എന്നുമാണ് പറയുന്നത്. അതിന്റെ ചുരുക്കമാണ് FAC ഐസോമർ ആൻഡ് MER ഐസോമർ എന്ന് പറയുന്നത്, മെർ ഐസോമർ. എങ്ങനെയാണ് ഈ ഫേഷ്യൽ ഐസോമറും മെറിഡിയണൽ ഐസോമറും വ്യത്യാസപ്പെടുന്നത്? ശ്രദ്ധിച്ചോളൂ. When 3 similar ligands are found at the corners of an octahedral face, then it will be a facial isomer. ഒരു ഒക്ടാഹീഡ്രന്റെ ഇതൊരു ഫേസ് ആണ് ഒക്ടാഹീഡ്രന്റെ കേട്ടോ. ഈ ഒക്ടാഹീഡ്രന്റെ 3 കോർണറുകളിലായിട്ട് അതും സെയിം സൈഡില്
ഇങ്ങനെ ലിഗാൻഡുകൾ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഫേഷ്യൽ ഐസോമർ ആയിരിക്കും. ഇതേപോലെ ഇത് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ലിഗാൻഡുകളാണ്, 3 ഉണ്ട്. ഇതൊരു ഫേസ് ആണ്. അപ്പൊ ഇത് രണ്ടും ഒക്ടാഹീഡ്രന്റെ 2 ഫേസുകളാണ്. അത് അറ്റാച്ച് ചെയ്തിട്ട് ഈ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ഉറപ്പാക്കിക്കോ അത് ഫേഷ്യൽ ഐസോമർ ആണ്. ഇനി മെറിഡിയണൽ ഐസോമർ എന്ന് പറയുമ്പോൾ പൊസിഷൻ ഓഫ് ദ ലിഗാൻഡ്സ് ആർ അറൌണ്ട് ദ മെറിഡിയൻ. നമ്മളൊരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവുമല്ലോ, ഇത് കണക്ട് ചെയ്യുന്നത് മെറിഡിയൻ ആണ്. അപ്പോ ഈ മെറിഡിയൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലൈൻ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ രീതിയിൽ വരികയാണെങ്കിൽ ഈ ലിഗാൻഡുകൾ ഇങ്ങനെയാണ് അതിനെ പൊസിഷൻ മാർക്ക് ചെയ്യുക. എ എ എ, ബി ബി ബി, ഇങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പാക്കിക്കോ ഇത് എന്താണ്, മെറിഡിയണൽ ഐസോമർ ആണ്. അപ്പോ ഏത് ടൈപ്പ് കോംപ്ലക്സിന് അങ്ങനെ വരുന്നത് പ്രത്യേകം ഓർക്കുക, MA3B3. അപ്പോ ഇത് വെച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്, ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. CONH3 ത്രൈസ് NO2 ത്രൈസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണ്ടു മക്കളെ, ഈ എയുടെ സ്ഥാനത്ത് ബിയുടെ സ്ഥാനത്തൊക്കെ നമുക്ക് മാറ്റം വരുത്തണം. ഇവിടെ CO എന്ന് എഴുതാം, NH3 എന്ന് എഴുതാം, NH3 NH3. Here NO2, then NO2, NO2. Okay? Clear ആയില്ലേ? കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് എന്താണെന്ന് പറയാ, മെറിഡിയണൽ ഐസോമർ ആണെന്ന് പറയും. ഇവിടെ ഓർക്കേണ്ടത് ഇത്ര മാത്രം, MA3B3 ടൈപ്പ് ആണെങ്കിൽ അവിടെ സിസ് ഐസോമറും ഇല്ല, ട്രാൻസ് ഐസോമറും ഇല്ല. പകരം ഫാക് എന്ന് പറഞ്ഞിട്ടും മെർ എന്ന് പറഞ്ഞ ഐസോമറുമാണ്. ഫാക് എന്ന് പറയുന്നത് ഫേഷ്യൽ ഐസോമർ, മെർ എന്ന് പറയുന്നത് മെറിഡിയണൽ ഐസോമർ. ഓർക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ജോമെട്രിക്കൽ ഐസോമർസം തന്നെ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സില് ഇവിടുത്തെ പ്രത്യേകത, ഒരു കോംപ്ലക്സില് ബൈഡെൻഡേറ്റ് ലിഗാൻഡുകൾ വരുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് വരയ്ക്കാന്നുള്ളതാണ് അറിയേണ്ടത്. ശരിയല്ലേ? നമുക്ക് നോക്കാം. MAA ട്വൈസ് B2. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഒരു ബൈഡെൻഡേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് വെറുതെ ഇങ്ങനെ എഴുതിയിട്ടുള്ളതല്ല, AA2. അപ്പോ AA എന്ന് പറയുന്നത് ഇതോടൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് COEN ട്വൈസ് Cl2 എന്ന് എഴുതിയിട്ടുണ്ട്. മക്കളെ, ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് ഒന്ന് പറഞ്ഞേ. EN എന്ന് പറയുന്നത് എത്തിലീൻ ഡയാമൈൻ ആണ്. ഒരു എത്തിലീൻ ഡയാമൈനില് 2 ലിഗാൻഡ് ഡോണർ ആറ്റംസ് ഉണ്ട്. 2 എത്തിലീൻ ഡയാമൈൻ ആവുമ്പോ അവിടെ അപ്പോൾ ടോട്ടൽ 4 ലിഗാൻഡ് ഡോണർ ആറ്റം ഉണ്ടായിരിക്കും. പ്ലസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞ മോണോഡെൻഡ്രേറ്റ് ലിഗാൻഡുകളുടെ 2 ഡോണർ ആറ്റവും. അപ്പൊ ടോട്ടൽ എത്ര ഡോണർ ആറ്റംസ് ആയിട്ടുണ്ട്? 6. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ എന്ത് വരും ഇവിടെ? 6. കണ്ടോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്? നമ്മൾക്ക് സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഇതൊരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് അല്ലേ? അപ്പോ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ വരച്ചു. ദെൻ നമുക്ക് സിസ് ഐസോമറിനെ ആദ്യം വരയ്ക്കാം. അപ്പോ 2 സിമിലർ ആയിട്ടുള്ള ലിഗാൻഡുകൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ വരച്ചു. നെക്സ്റ്റ് ശ്രദ്ധിക്കൂ, ഇങ്ങനെയാണ് നമ്മള് ഈ ഒരു കോംപ്ലക്സിന്റെ സിസ് ഐസോമർ വരയ്ക്കുന്നത്. ഇനി ഇതിന്റെ ട്രാൻസ് ഐസോമർ എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് വരണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് വരയ്ക്കുക? CO സിമിലർ ലിഗാൻഡ്സ് ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, ഇതാണ് COEN ട്വൈസ് Cl2ന്റെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. കണ്ടോ, 2 സൈഡിലൂടെയും കൂടി വന്നിട്ട് ബൈൻഡ് ചെയ്ത് നിന്നിട്ടുള്ളത്.
അപ്പോ എത്തിലീൻ ഡയാമൈനിലുള്ള 2 ഡോണർ ആറ്റംസ് ആണ് ഇവിടെ 2 സ്ഥലത്തും വന്ന് ഈ കൊബാൾട്ട് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ടും 2 കോർഡിനേറ്റ് ബോണ്ടുകൾ വരും. കണ്ടോ, ഇങ്ങനെ ഇവിടെ ഓരോ ലിഗാൻഡുകൾ ഇതുപോലെ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയാണ് 6 കോർഡിനേറ്റ് ബോണ്ടുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, കാണിച്ചെന്നേ ഉള്ളൂ, ഇങ്ങനെ വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ അത്? ഓക്കെ, നല്ല രസമാണ് ഇത് വരയ്ക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും നമുക്ക് എക്സാമ്പിളുകൾ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഞാൻ ഒരു എക്സാമ്പിളും കൂടി ഇവിടെ വരച്ചതിന് ശേഷം ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ പോവാണ്. CrCl2OX2 ഇതാണ് നമ്മളുടെ ഈ ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ഉള്ള മറ്റൊരു കോംപ്ലക്സ്. ഇവിടെ ഏതാണ് ബൈഡന്റേറ്റ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് OX ഫോർ ഓക്സാലേറ്റ് അയോൺ. ഓക്സാലേറ്റ് അയോൺ ഇങ്ങനെ OX എന്ന് തരാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തരാം, C2O4 എന്ന് പറഞ്ഞ് തരാം. അപ്പൊ C2O4 എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണെന്ന്. ഓക്കെ, അപ്പൊ ഞാനിവിടെ OX എന്നേ കാണിക്കുന്നുള്ളൂ. OX എന്നായാലും നിങ്ങൾ മനസ്സിലാക്കുക അത് ഓക്സാലേറ്റ് അയോൺ ആണെന്നും അതൊരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണെന്നും. അപ്പൊ ബൈഡന്റേറ്റ് ലിഗാൻഡ് ആവുമ്പോ തന്നെ ഇവിടെ 4 ഡോണർ ആറ്റംസ് ടോട്ടൽ ആയിട്ട് വരും, പ്ലസ് 2 6. അപ്പൊ കോർഡിനേഷൻ നമ്പർ ഇവിടെ വരുന്നതും 6 തന്നെയാണ് കേട്ടോ. അറിയാലോ. അപ്പൊ ഞാൻ എങ്ങനെയാ വരയ്ക്കുന്നത്? ഇപ്പൊ വരയ്ക്കാൻ എല്ലാവർക്കും എളുപ്പമായിട്ടുണ്ടാവും. നമ്മള് ഒരു ഒക്ടാഹീഡ്രൽ ജോമെട്രി വരയ്ക്കുന്നു. അവിടെ ഒരുപോലെയുള്ള ലിഗാൻഡുകൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ വരയ്ക്കുന്നു. എന്നിട്ട് OX എന്ന് പറയുന്നത് ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ വരച്ചു കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതെന്ത് ഐസോമർ എന്നാ പറയാ? സിസ് ഐസോമർ. ഇങ്ങനെ എഴുതിയാ മതി, സിസ് ഐസോമർ. ഇനി ഇതിന്റെ ട്രാൻസ് ഐസോമർ എങ്ങനെയാ വരയ്ക്കുക? ഈ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് Cl കൊടുക്കാം, പിന്നെ OX. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ചാർജും കൊടുക്കാം, 3-. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചു കഴിഞ്ഞത്? ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകളില് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല എന്നുള്ളത് പഠിച്ചു. പിന്നെയോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ സിസ് ഐസോമർ എന്നും ട്രാൻസ് ഐസോമർ എന്നും പറഞ്ഞ 2 ഐസോമേഴ്സ് പോസിബിൾ ആണെന്ന് പഠിച്ചു. ഇത് കണ്ടോ, സിമിലർ ലിഗാൻഡ്സ് കംസ് ഓൺ ദ സെയിം സൈഡ് then it is cis. If the similar ligands comes on the opposite side then it is trans. അല്ലേ, വളരെ വ്യക്തമായില്ലേ? ഇപ്പോ ഇതാ നോക്കൂ, രണ്ടും ഒരുമിച്ച് കണ്ടോളൂ. രണ്ടും അടുത്തടുത്ത് വന്നു, ഇതില് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളെ Ma2B2 ടൈപ്പ് ആണത് കേട്ടോ. അപ്പൊ എത്ര ഐസോമർ പോസിബിൾ ആണ്? 2. ഇനി നമ്മൾ പഠിച്ചത് എന്താ? ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളില് സിസ് എന്നും ട്രാൻസ് എന്നും പറഞ്ഞ ഐസോമറുകൾ വരുമെന്ന് പഠിച്ചു. അത് Ma4B2 ടൈപ്പ് ആണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഇതാ നോക്കൂ, ഇത് എന്ത് ഐസോമർ ആണ് മക്കളെ? ദിസ് ഈസ് ദ ട്രാൻസ് ഐസോമർ ആൻഡ് ദിസ് വൺ ഇസ് ദ സിസ് ഐസോമർ. കണ്ടോ? ഓക്കെ, ഇങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും അത് വെക്കാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നെ Ma3B3 ടൈപ്പ് പഠിച്ചു. അതേപോലെ തന്നെ അതില് ഫേഷ്യൽ ഐസോമറും മെറിഡിയണൽ ഐസോമറും എന്നും പഠിച്ചു. ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് വരുമ്പോ എങ്ങനെയാണ് കോംപ്ലക്സുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇത് കണ്ടോ, ഇതാണ് ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ്. നോക്കൂ, 1 2 3 4 ഇതിന് 2 ഡോണർ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ബൈഡന്റേറ്റ് ലിഗാൻഡും 2 ബോണ്ടുകൾ ഉണ്ടാക്കുന്നു. ടോട്ടൽ 6 കോർഡിനേറ്റ് ബോണ്ട്സ്. ഇനി ഇതാണ് ഇതിന്റെ സിസ് ഐസോമർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. സീ ദ ഡിഫറൻസ്? ദിസ് ഈസ് ട്രാൻസ് ആൻഡ് ദിസ് ഈസ് സിസ്. Similar ligands comes on the same side. ഇതും then this one. ക്ലിയർ അല്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അപ്പോ ഞാൻ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണേ. കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ സമീപിച്ചിട്ടുണ്ടാവുക. കാരണം ഇത് കുറച്ച് വരയ്ക്കാനൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവിടെ വരയ്ക്കേണ്ടത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാടെണ്ണം കാണുമ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട.
അതില് ഞാൻ പഠിപ്പിച്ചു തന്നതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതല്ലാതെ ഞാൻ ഒരുപാട് കോംപ്ലക്സുകൾ തന്നിട്ട് അതിന് ഓരോന്നിനും എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എൻട്രൻസ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. ഓരോ കോംപ്ലക്സുകളും തന്നിട്ട് അതിൽ എത്ര ജോമെട്രിക്കൽ ഐസോമർ ഉണ്ട് എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യണം നമ്മള്. അപ്പൊ നമുക്ക് MABCD എന്നൊന്നും അല്ല തരുന്നുണ്ടാവുക. അതിന് പകരം PTs, NH3, NO2, Cl, Br എന്നൊക്കെ പറഞ്ഞൊരു കോംപ്ലക്സ് തരും. അതില് എത്ര ജോമെട്രിക്കൽ ഐസോമറുകൾ ഉണ്ടാവും എന്നൊക്കെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക കേട്ടോ. അപ്പോ നന്നായിട്ട് തന്നെ ഞാൻ ഇന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങള് മനസ്സിലാക്കുക, നോട്ടിൽ എഴുതുക, പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.